യു.ഡി.എഫ് നേതൃത്വം നൽകുന്ന പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി ജനവിഭാഗത്തോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PKS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കുളമുക്ക് ലോക്കൽ സെക്രട്ടറി EP ശിവശങ്കരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P ഷൺമുഖൻ, CPIM പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലക്കുട്ടി, കുളമുക്ക് ലോക്കൽ സെക്രട്ടറി KC അലി ഇക്ബാൽ, T സുധാകരൻ, PKS പരുതൂർ ലോക്കൽ സെക്രട്ടറി TT പ്രകാശൻ, കുളമുക്ക് ലോക്കൽ പ്രസിഡന്റ് P ശ്രീനിവാസൻ, പരുതൂർ ലോക്കൽ പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ജനവിഭാഗത്തിന് അർഹമായ വിവാഹ ധനസഹായത്തിന് അപേക്ഷ നൽകി 9 മാസം കഴിഞ്ഞിട്ടും അപേക്ഷകന് ആനുകൂല്യം നൽകാതെ അവർ നൽകിയ അപേക്ഷ തിരിച്ചു നൽകുകയാണ് പഞ്ചായത്ത് ചെയ്തത്. ഇതിനെതിരെ PKS നേതൃത്വം പഞ്ചായത്തിലും LDF അംഗങ്ങൾ ഭരണസമിതിയാലും പ്രതിഷേധം അറിയിച്ചിരുന്നു. കൂടാതെ പട്ടികജാതി വിഭാഗക്കാരുടെ വീട് റിപ്പയർ പദ്ധതി നടപ്പാക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ഭരണസമിതിയുടെ ഏകപക്ഷീയമായ തീരുമാനം. ഇത്തരത്തിൽ നിരവധിയായ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുകയും പട്ടികജാതി ഫണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാതെ നിരുത്തരപരമായി ഭരണസമിതി ചിലവിടുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പട്ടികജാതിക്കാരുള്ള അവഗണനയ്ക്കും ധിക്കാരത്തിനുമെതിരായാണ് PKS പരുതൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഒരു പവൻ സ്വർണം പോലും വാങ്ങാൻ കഴിയാത്ത സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തൊക്കെ സ്വർണം കൊടുക്കില്ല എന്ന് പറഞ്ഞാലും മകളുടെ കല്യാണമായാലും കരിയും കൊടുക്കാൻ നമുക്ക് അറിഞ്ഞുവിടാൻ പറ്റില്ല. നിത്യദിനം ചെലവ് ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നൊരു കാലഘട്ടം. പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പാപ്പരീകരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് അവിടെ കൂടെ നിൽക്കേണ്ടവരാണ് ആര്? ത്രിതല പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, ഭരണസമിതിയൊക്കെ. പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് ഈ പഞ്ചായത്ത് പ്രധാനികളുടെ ഭാഗത്തുണ്ടാവുന്നത്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞാനും ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാം അപേക്ഷകൾ വാങ്ങാറുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വാങ്ങിയ അപേക്ഷ പാവപ്പെട്ട കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്ന അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവും. അപേക്ഷ മടക്കി കൊടുക്കുക, അത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ. അത് കേട്ടപ്പോ അല്പം തോന്നി, ഇതൊരു പഞ്ചായത്താണ്, ഒരു പ്രസിഡന്റാണ്. തിരിച്ചു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? മടക്കി കൊടുക്കുമ്പോൾ ഒരു മനോവേദന വേണ്ടേ? ഇത് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് എങ്ങനെ കൊടുക്കണ്ടേ എന്നല്ല ചിന്തിക്കേണ്ടത്. ബ്ലോക്കിൽ കൊണ്ട് കൊടുക്കാൻ പറയാൻ ഇപ്പൊ ഇവർക്ക് എന്താ അവകാശം? ബ്ലോക്ക് പട്ടികജാതി ഓഫീസ് അപേക്ഷ കൊടുക്കാൻ എന്താ ഇവർക്ക് അവകാശം? ഇവരെ പഞ്ചായത്ത് ഭരണസമിതി കൂടി ഓരോ വർഷം പ്രൊജക്ട് അംഗീകരിക്കുന്നു, പദ്ധതി വെക്കുന്നു, വാഹന സഹായത്തിന് പണം പൈസ വെക്കുന്നു. ആ പൈസ വെച്ച് തികയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് അവിടെ ശിവശങ്കരൻ പറഞ്ഞത്. വെച്ച് തികയില്ലെങ്കിൽ DPC റിവിഷൻ വരുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 വർഷം കഴിഞ്ഞു. അടുത്ത നിമിഷം വരാൻ വേണ്ടി പോവാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.